ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ചിത്രത്തെക്കുറിച്ചാണ്. ജയിലർ 2. രജനികാന്ത് സാറിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ 2ാം ഭാഗം വരുമ്പോൾ ആരൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ടാകുക എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു, പ്രത്യേകിച്ചും മലയാളികൾക്ക്. നമ്മുടെ സ്വന്തം മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാവുമോ എന്നതായിരുന്നു എല്ലാവരുടെയും പ്രധാന ചോദ്യം. ആദ്യ ഭാഗത്തിൽ മാത്യു എന്ന ഡോൺ കഥാപാത്രമായി ലാലേട്ടൻ വന്നു തകർത്തപ്പോൾ 2ാം ഭാഗത്തിലും മാത്യു ഉണ്ടാകുമോ എന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. മോഹൻലാൽ ചിത്രീകരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിലേക്ക് സംവിധായകൻ നെൽസൺ നേരിട്ടെത്തി ലാലേട്ടനെ ജയിലർ 2ലേക്ക് ക്ഷണിച്ചുവെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇത് ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ലാലേട്ടനെ കൂടാതെ മലയാളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ജയിലർ 2-ലുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമൂട്, സുനിൽ സുഖദ, കോട്ടയം നസീർ, അന്ന രേഷ്മ രാജൻ, സുജിത് ശങ്കർ, വിനീത് തട്ടിൽ, ഡേവിഡ് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകും എന്ന് ഉറപ്പായിട്ടുണ്ട്. മലയാളികൾക്ക് ഇത് വലിയ സന്തോഷവാർത്തയാണ്, അല്ലേ? നെൽസൺ സംവിധാനം ചെയ്ത ആദ്യ ഭാഗം 2023 റിലീസ് ചെയ്ത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയിലധികം രൂപ നേടി ഒരു വമ്പൻ വിജയമായിരുന്നു. ആ വിജയത്തിന് ശേഷം ആരാധകർ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 14 ഒരു പ്രൊമോ വീഡിയോയോടുകൂടിയാണ് 2ാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടാൻ സാധ്യതയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ജയിലർ 2. ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും ഈ ചിത്രവും. സംഗീത മാന്ത്രികൻ അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് 2ാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഇതുകൂടാതെ രജനികാന്ത് സാറിന്റെ മറ്റൊരു ചിത്രമായ കൂലിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിക്കുന്നത്. രജനികാന്തിനൊപ്പം നാഗാർജുന, ഉപേന്ദ്ര, സൗരഭ് ശുക്ല, സത്യരാജ്, റീബ മോണിക്ക ജോൺ എന്നിവരും ഈ ചിത്രത്തിൽ ഉണ്ടാകും. അപ്പോൾ ജയിലർ 2-വിനായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്? മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രത്തെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ നിങ്ങൾ ആവേശത്തിലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.